നാരായണീയം ദശകം 18 പൃഥു ചക്രവർത്തി ചരിതം. ശ്ലോകം 1. ജാതസ്യ ധ്രുവകുല ഏവ തുംഗകീർത്തേഃ അംഗസ്യ വ്യജനിസുത സവേന നാമ യദ്ദോഷ വിദിതമതിഃ സ രാജവര്യഃ ത്വത്പാദേ നിഹിതമനാവനം ഗതോഭൂത്. നമുക്ക് അതിന്റെ സാരാംശം ഒന്ന് നോക്കാം. ധ്രുവന്റെ വംശത്തിൽ തന്നെ ജനിച്ച കീർത്തിമാനായ അങ്കൻ എന്ന രാജാവിന് വേനൻ എന്നു പേരായ ഒരു ദുഷ്ടനായ പുത്രനുണ്ടായി. പുത്രന്റെ ദുഷ്ടത കൊണ്ട് ദുഃഖിതനായി തീർന്ന അങ്കൻ അങ്ങയുടെ പാതാരവിന്ദങ്ങളെ ഭക്തിപൂർവ്വം സ്മരിച്ചുകൊണ്ട് തപസ്സിനായി കാട്ടിലേക്ക് പോയി. ശ്ലോകം 2. പാപോപീക്ഷിതിതല പാലനായ വേനഃ പൗരാദ്യൈ ഉപനിഹിത കഠോരവീര്യഃ സർവേഭ്യോ നിജബലമേവ സംപ്രശംസൻ ഭൂചക്രേ തവ യജനാന്യയം നരൗത്സീത്. സാരാംശം നോക്കാം. പാപനും കഠിനവീര്യനും ആണെങ്കിലും വേനൻ രാജാവായി പ്രജകളാലും അമാത്യന്മാരാലും പുരോഹിതന്മാരാലും സാമന്തന്മാരാലും മറ്റും വാഴിക്കപ്പെട്ടു. തന്റെ ബലം കാണിച്ചു കൊട്ടിഘോഷിച്ചും അവൻ ഭൂമിയിൽ അങ്ങേക്ക് നടത്തിക്കൊണ്ടിരുന്ന എല്ലാ യജ്ഞങ്ങളും നിരോധിച്ച് രാജ്യഭരണം നടത്തി. ശ്ലോകം 3. സംപ്രാപ്തേഹിത കഥനായ താപസൗഖ്യേ മത്തോന്യോ ഭുവനപതിർന കശ്ചനേതി ത്വന്നിന്ദാ വചനപരോ മുനീശ്വരൈസ്തൈഃ ശാഭാഗ്നോ ശലഭദശാമനായി വേനഃ. അതിന്റെ സാരാംശം നോക്കാം. പൂജ, ഹോമം, തർപ്പണം, അന്നദാനം ഇങ്ങനെയൊക്കെയുള്ള എല്ലാത്തരം യജ്ഞങ്ങളെയും വേനൻ നിരോധിച്ചു. പൊതുവെ ഒരു മന്ദബുദ്ധിയും വിവേകമില്ലാത്ത അഹങ്കാരമായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു വേനൻ. ഹിതം പറയുവാൻ താപസന്മാർ എത്തിയപ്പോൾ എന്നിൽ നിന്ന് അന്യനായി മറ്റൊരു ലോകനാഥൻ ഇല്ല എന്ന് പറഞ്ഞ് വേനൻ അങ്ങയെ നിന്ദിച്ചു. അതിനാൽ മഹർഷിമാർ വേനന്റെ അഹങ്കാരത്തിന് ശിക്ഷ കൊടുക്കണമെന്ന് കരുതി അവനെ ശപിച്ചു കളഞ്ഞു. ശ്ലോകം 4. തന്നാശാഖലജനഭീരുകൈർമുനീന്ദ്രൈ തന്മാത്ര ചിരപരിരക്ഷിതേ തദംഗേ ത്യക്താഖേ പരിമതിദാദോരുദണ്ഡാത് ദോർദണ്ഡേ പരിമതിതേ ത്വമാവിരാസീ. സാരാംശം ഒന്ന് നോക്കാം. വേനന്റെ മരണത്തോടെ ദുഷ്ടജനങ്ങളെ പേടിച്ച മുനിമാർ വേനന്റെ മാതാവായ സുനീത ഏറെക്കാലം കേടുവരാതെ സൂക്ഷിച്ചിരുന്ന വേന ശരീരത്തിലെ തുട ആദ്യം കടഞ്ഞു. പാപം മൂർത്തി പൂണ്ടു വിട്ടുപോയി. ഭുജദണ്ഡം കടഞ്ഞപ്പോൾ അങ്ങ് പൃഥുവിന്റെ രൂപത്തിൽ ആവിർഭവിച്ചു. ശ്ലോകം 5. വിഖ്യാത പൃഥുരിതി താപസോപദിഷ്ടൈഃ സൂതാദ്യൈ പരിണുത ഭാവി ഭൂരി വീര്യഃ വേനാർത്യാ കബളിത സമ്പദം ധരിത്രീം ആക്രാന്താം നിജധനുഷാ സമാമഹർഷീഃ. അതിന്റെ സാരാംശം നോക്കാം.
പൃഥു എന്ന പേരിൽ കീർത്തിമാനായി തീർന്ന അങ്ങ് താപസന്മാരിൽ നിന്നും ഭഗവത് അവതാരമാണെന്നറിഞ്ഞ സൂതമഗധന്മാരായ സ്തുതി പാഠകന്മാരാൽ ഭാവിയിൽ അദ്ദേഹം നടത്തുന്ന വിക്രമങ്ങൾ എടുത്തുപറഞ്ഞ് സ്തുതിക്കപ്പെട്ടു. വേനന്റെ ദുഷ്ടത നിമിത്തം മറച്ചു വയ്ക്കപ്പെട്ട സമ്പത്തോടുകൂടിയ ഭൂമിയെ ആക്രമിച്ച അദ്ദേഹം തന്റെ വില്ലുകൊണ്ട് സമനിരപ്പാക്കി തീർത്തു.